അയ്യുഹൽ മുസമ്മിമുൻ അഹ്ലൻ വസഹ്ലൻ അലൽ വീഡിയോ. സോ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിൽ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യാമ്പോൾ കളർ ഗ്രേഡിങ്ങിൻ്റെ ടൂളിനെ കുറിച്ചാണ്. കർവ്സ്, സാച്ചുറേഷൻ അങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇന്നത്തെ വീഡിയോ കളർ ഗ്രേഡിങ്ങിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇതേപോലെ ലെയറിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുന്നിട്ട് കർവ്സ് എടുക്കുക. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം തന്നെ നമ്മൾ ഇമേജ് ബ്രൈറ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ നമ്മൾ കുറക്കുന്നതിനും കൂടുന്നതിനനുസരിച്ച് നമ്മൾ ഭാഗങ്ങൾ ചേഞ്ച് ആവാൻ കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഏറ്റവും അടിയിലുള്ള ഡാർക്ക് ആയിട്ടുള്ള ഭാഗം. അപ്പോൾ നമ്മൾ കുറക്കുന്നതിനും കൂടുന്നതിനനുസരിച്ച് ഇതേപോലെ കുറേയൊന്നും കൂടുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിൽ ഈ കർവ്സിൽ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് പോയിൻ്റ് ആണ്. ഇതിപ്പോൾ ഒരു മിഡ് പോയിൻ്റ് നമ്മൾ ഫോട്ടോയിൽ ഒരു എന്താ പറയുക ബ്രൈറ്റ്നസ് ഓവർ ഇല്ലാത്ത, അതേപോലെ ഓവർ ഡാർക്ക് ആവാതെ ഓവർ ബ്രൈറ്റ് ആവാത്ത സ്ഥലം അത് ഇതേപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതേപോലെ കർവ്സിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എടുക്കാം. ഹ്യൂ പറഞ്ഞാൽ ഫോട്ടോയുടെ കളർ മൊത്തത്തിൽ ഇങ്ങനെ ചേഞ്ച് ആവാൻ കാണാൻ സാധിക്കും. ഹ്യൂ ചേഞ്ച് ചെയ്താൽ ഹ്യൂ എന്ന് പറഞ്ഞാൽ കളറാണ്, അത് ചേഞ്ച് ചെയ്യാം. പിന്നെ സാച്ചുറേഷൻ ചേഞ്ച് ചെയ്യാം. അടുത്തതായിട്ടുള്ള വൈബ്രൻസ് ആണ്. വൈബ്രൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൽ ഇതുപോലെ കളറും കാര്യങ്ങളും വൈബ്രൻസ് കൂടുതൽ ഉപയോഗിക്കാറ്. നമ്മളിപ്പോൾ ഒരു മനുഷ്യൻ്റെ ഫോട്ടോ, ഇപ്പോൾ ഒരു ഹ്യൂമൻ്റെ ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വൈബ്രൻസാണ് കൂടുതലും കളർ ഗ്രേഡിങ്ങിന് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചാൽ സാച്ചുറേഷൻ കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ കളറൊക്കെ ആകെ ചേഞ്ച് ആവും.